IT പാർക്കുകളിൽ മദ്യം നൽകാൻ സർക്കാർ അനുമതി എന്ന വാർത്ത വരുന്നു. ജീവനക്കാർക്ക് മാത്രം മദ്യം നൽകാനാണ് സർക്കാർ ഉത്തരവ്. ഔദ്യോഗിക അതിഥികൾക്ക് മദ്യം നൽകാൻ പ്രത്യേക അനുമതി വേണം. 10 ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസ്. ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 12 വരെയാണ് പ്രവൃത്തി സമയം. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, IT പാർക്കുകളിൽ മദ്യം വിളമ്പാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. എങ്ങനെയായിരിക്കും വിളമ്പൽ? സുജയ പാർവതി, ഒന്നാം പിണറായി വിജയൻ സർക്കാരാണ് സംസ്ഥാനത്തെ IT പാർക്കുകളിൽ ബീർ വൈൻ പാർലറുകൾ തുടങ്ങാനുള്ള അനുമതി നൽകിയത്. പക്ഷേ പ്രത്യേകിച്ച് കമ്പനികളൊന്നും ലൈസൻസിന് അപേക്ഷ നൽകിയിരുന്നില്ല. തുടർന്ന് രണ്ടാം പിണറായി സർക്കാർ നിയമത്തിൽ ഭേദഗതി വരുത്തി. ആദ്യം IT പാർക്കുകളിൽ IT പാർക്കുകൾ തന്നെ മദ്യ ലൈസൻസ് എടുക്കണം എന്നായിരുന്നു അതിലെ നിബന്ധന. അതുകൊണ്ടാണ് പുറത്തു നിന്നുള്ള ബാറുകൾക്ക് അല്ലെങ്കിൽ ബാർ ഉടമകൾക്ക് അവിടെ മദ്യശാലകൾ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുന്ന രീതിയിലാണ് നിയമസഭയിൽ ചട്ടം ഭേദഗതി കൊണ്ടുവന്നത്. നേരത്തെ നിയമസഭയിൽ പ്രതിപക്ഷം ശക്തമായി എതിർത്തതിന് പിന്നാലെ നിയമസഭാ കമ്മിറ്റിക്ക് വിടുകയും നിയമസഭാ കമ്മിറ്റി അതിന് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് സർക്കാർ ഇപ്പോൾ IT കമ്പനികൾ മദ്യ വിൽപ്പനയ്ക്കുള്ള അനുമതി ഔദ്യോഗികമായി നൽകിയിരിക്കുന്നത്. 10 ലക്ഷം രൂപയാണ് ഫീസ്. പക്ഷേ ജീവനക്കാർക്ക് മാത്രമേ മദ്യം വിളമ്പാൻ പറ്റൂ. നേരെ മറിച്ച് കമ്പനികളുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ഔദ്യോഗിക അതിഥികൾക്ക് അനുമതിയോടുകൂടി മദ്യം വിളമ്പാനുള്ള അനുവാദവും നൽകുന്നുണ്ട്. രാവിലെ 12 മണി മുതൽ രാത്രി 12 മണി വരെയാണ് പ്രവൃത്തി സമയം. മറ്റ് മദ്യശാലകളുടെ അവധി പോലെ തന്നെ ഡ്രൈ ഡേകളിൽ ഈ മദ്യശാലയ്ക്കും പ്രവർത്തിക്കാനുള്ള അനുമതിയില്ല. ഏതായാലും ടൂറിസം മേഖലയിലൊക്കെ മദ്യശാലകൾ സ്റ്റാർ ഫെസിലിറ്റി ഇല്ലാതെ തന്നെ മദ്യശാലകൾ അനുവദിക്കാനുള്ള തീരുമാനം ഒരു ഭാഗത്ത് സർക്കാർ എടുക്കുന്നുണ്ട്. സമാനമായി തന്നെ നേരത്തെ IT പ്രൊഫഷണൽസിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇങ്ങനെ തീരുമാനമെടുത്തത് എന്ന വിശദീകരണമാണ് സർക്കാർ നൽകിയത്. ഏതായാലും ചട്ടഭേദഗതിക്ക് പിന്നാലെയാണ് ഇങ്ങനെയൊരു ഉത്തരവ് പുറത്തിറങ്ങുന്നത്. ഇതിനോടുള്ള IT പാർക്കുകളുടെ ഒരു താല്പര്യം എങ്ങനെയാണ്? എല്ലാവരും വലിയ കയ്യടികളോടെ സ്വാഗതം ചെയ്യുകയാണോ? സുജയ, ഒന്നാം പിണറായി വിജയൻ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ അത് സ്വാഗതം ചെയ്യപ്പെട്ടെങ്കിലും പക്ഷേ ആരും കമ്പനി തുടങ്ങാനുള്ള മദ്യ വിൽപ്പനശാല തുടങ്ങാനുള്ള ഒരു അനുമതിക്കായി അപേക്ഷ നൽകിയിരുന്നില്ല. കാരണം ആദ്യം അങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുത്തപ്പോൾ IT കമ്പനികൾ തന്നെ അവിടെ മദ്യശാലകൾ തുടങ്ങണം. പുറത്തുനിന്ന് മറ്റൊരു കമ്പനിക്ക് ഈ IT പാർക്കുകൾക്കകത്ത് മദ്യശാല തുടങ്ങാൻ അനുമതി നൽകാൻ കഴിയില്ല എന്ന രീതിയിലായിരുന്നു ചട്ടം രൂപീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആരും മദ്യശാലയ്ക്കുള്ള അനുമതി തേടിയെത്തിയില്ല. ഇപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭേദഗതി വരുത്തിയത്. IT പാർക്കുകൾ അവിടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം നൽകുന്ന തരത്തിലാണ് പുതിയ ചട്ട ഭേദഗതി. അതുകൊണ്ട് തന്നെ പുറത്തുള്ള മദ്യശാലകൾക്ക് ബാറുകൾക്ക് ഈ IT പാർക്കുകൾക്ക് അതായത് റോഷിപാൽ നമ്മുടെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിലും കൊച്ചിയിലെ ഇൻഫോ പാർക്കിലും അതുപോലെ കളമശ്ശേരിയിലെ സ്റ്റാർട്ടപ്പ് കോംപ്ലക്സിലും അടക്കം ഇനിയിപ്പോൾ മദ്യം കിട്ടും. സുജയ പാർവതി, തീർച്ചയായും IT പ്രൊഫഷണലുകൾക്ക് മദ്യശാല അവർക്ക് വേണ്ടി മാത്രം തുടങ്ങുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ 3 ഇടങ്ങളിൽ അവിടെയുള്ള ഓരോ സ്ഥാപനങ്ങൾക്കും ഒരു മദ്യശാല എന്ന രീതിയിൽ അനുവദിക്കാൻ കഴിയും എന്ന രീതിയിലാണ് പുതിയ നിയമം രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ പറ്റില്ല. ഒരു കമ്പനിക്ക് ഒരു മദ്യശാല, അതിൽ തന്നെ ആ കമ്പനിയുടെ അതിഥികളായി എത്തുന്നവർക്ക് ഈ കമ്പനി പ്രത്യേകം അനുമതി നൽകി കഴിഞ്ഞാൽ അവർക്കും മദ്യം വിളമ്പാം. നേരെ മറിച്ച് അല്ലാതെ അവിടെ എത്തുന്ന ആളുകൾക്ക് മദ്യം വിളമ്പാനുള്ള അധികാരമില്ല. IT പ്രൊഫഷണൽസ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇങ്ങനെ. അപ്പോൾ ഒരു വ്യക്തത നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കേണ്ടതുണ്ട്. കാരണം IT പാർക്കിൽ പോയാൽ, ബാറിൽ തിരക്കാണെങ്കിൽ IT പാർക്കിൽ പോയാൽ മദ്യം കിട്ടില്ല. അവിടെ IT കമ്പനികളുടെ അതിഥികളായിരിക്കണം എന്ന ഒരു നിബന്ധന കൂടിയുണ്ടല്ലേ? സുജയ പാർവതി, തീർച്ചയായും IT പാർക്കുകളിലേക്ക് വണ്ടിയുമെടുത്ത് അവിടെ മദ്യപിക്കാമെന്ന് ആരെങ്കിലും ഓർത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ മദ്യം ലഭിക്കില്ല. അവിടെ അതിഥികളായി ഓരോ കമ്പനി, ആ കമ്പനിക്കുള്ള മദ്യശാല അവിടെ മദ്യപിക്കണമെങ്കിൽ ആ കമ്പനി അനുമതി നൽകണം. അങ്ങനെ പ്രത്യേകം അനുമതി ലഭിച്ചാൽ മാത്രമേ അവർക്ക് അവിടെ മദ്യം നൽകാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് നിയമം. IT പ്രൊഫഷണൽസുകൾ അവിടെയുള്ള ജീവനക്കാർക്ക് വേണ്ടിയാണ് ഇങ്ങനെ എക്സ്ക്ലൂസീവായി മദ്യശാല തുടങ്ങാനുള്ള തീരുമാനം സർക്കാർ എടുക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം ആ കമ്പനികൾ തന്നെ മദ്യശാലയ്ക്ക് ലൈസൻസിന് അപേക്ഷ നൽകണമെന്ന ഒരു നിബന്ധന വെച്ചത്. പക്ഷേ ഒരു കമ്പനിയും സ്വന്തമായി ബാർ തുടങ്ങാനുള്ള അനുമതിക്കായി ലൈസൻസിനായി അപേക്ഷ നൽകിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തുള്ള ഏതെങ്കിലും ബാറുകൾക്ക് ഈ IT കമ്പനികൾക്ക് വേണ്ടി ബാർ തുടങ്ങാനുള്ള അനുമതി നൽകാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും നടപ്പാക്കാൻ പോകുന്ന കാര്യമാണെന്നുള്ളത് വ്യക്തമാണ്. കാരണം റോഷിപാൽ, ലൈസൻസ് ഫീസ് 10 ലക്ഷം മാത്രമാണ്. IT പാർക്ക്, ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക് എല്ലായിടങ്ങളിലും ഓരോ മദ്യഷാപ്പുകൾ വീതം വരുന്നതായിരിക്കും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാണുക എന്ന് വേണം മനസ്സിലാക്കാൻ. സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. വിജ്ഞാപനം ഉടനുണ്ടാകും. ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് റോഷിപാൽ
പങ്കുവച്ചത്. താങ്ക് യു റോഷിപാൽ.